ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താറിനെല്ലാം തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു പോളൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ഈ പോളക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ 6 ബ്രെഡിനെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനൊരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അളവ് കൂട്ടിയും കുറച്ചും എടുക്കുക. വേണമെങ്കിൽ 10 അല്ലെങ്കിൽ 12 പീസ് വേണമെങ്കിൽ എടുക്കുക ബ്രെഡ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പം 6 ബ്രെഡിൻ്റെ അളവിൻ്റെ ആ ഒരു രീതിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ ഞാൻ 3 മുട്ട പൊടിച്ചൊഴിച്ചിട്ടുണ്ട്. ആദ്യം മുട്ട മാത്രം ഞാൻ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം. മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഒരുപാട് പഞ്ചസാരയൊന്നും വേണ്ട. ഞാൻ ഇതിലേക്ക് ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ബ്രെഡും ഈത്തപ്പഴവും തന്നെ കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ട്, എന്തായാലും ഉണ്ടാക്കി നോക്കണം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓവറായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഞാനിതിലേക്ക് 3 ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈത്തപ്പഴത്തിൻ്റെ എണ്ണം വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. ഒരു 5 ഈത്തപ്പഴം എടുത്തിട്ടാകുമ്പോൾ പഞ്ചസാര ഒഴിവാക്കിയാൽ മതി. അപ്പം കുറച്ചും കൂടി ഹെൽത്തിയായി. പിന്നെ അതിലേക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് പാലൊന്നും വേണ്ട, 3 മുട്ട ചേർത്തേന്ന്, അതുകൊണ്ട് കുറച്ച് പാലൊഴിച്ചിട്ടാവും. വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ മിക്സ് കട്ടിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ മാത്രമാണ്, ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിന്. അതിൽ കുറച്ച് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ആ നെയ്യ് ചൂടായ ശേഷം ആദ്യം മാറ്റി വെച്ച മുട്ടയില്ലേ, ആ മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പോളുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാത്രം വെക്കുന്നതിൻ്റെ എത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഒരു മൂടിയോ, ഇത് ഞാൻ ഒരു റിങ്ങാണ് ഇവിടെ ജ്യൂസാക്കിയിട്ടില്ല, അധികം ചൂട് തട്ടുന്നതിന്, നേരിട്ട് ചൂട് തട്ടുന്നതിന്. അപ്പം ഒരു വലിയൊരു സ്റ്റീലിൻ്റെ മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ വേണം ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതുപോലെ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ടയുടെ മേലെ ഞാൻ പഴത്തിൻ്റെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത് നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെയ്തത്. നിർബന്ധമൊന്നുമില്ല, ഇതന്നെ നിർബന്ധമൊന്നുമില്ല. പിന്നെ കാഷ്യൂനട്ട് നമ്മൾ പോളായി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കാഷ്യൂനട്ട് ഇട്ട് കൊടുത്താലും മതി. അത് നിങ്ങളെ താല്പര്യം പോലെ ചെയ്താൽ മതി. പഴം തന്നെ വെക്കണമെന്നില്ല. പഴം നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആവും, അതുകൊണ്ട് ഞാൻ ഇവിടെ പഴം വെച്ച് കൊടുത്തത്. പിന്നെ ഇതൊന്ന് 1 മിനിറ്റ് ഞാൻ അടച്ചിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ അടിച്ച് വെച്ച ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം. മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാവും. ഈത്തപ്പഴം ബ്രെഡും കൂടി ആകുമ്പം നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഏകദേശം ഒരു 1/4 മണിക്കൂർ 20 മിനിറ്റ് ടൈം എടുക്കും ഇതൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പോള റെഡി ആയിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ നല്ല സ്പോഞ്ച് ഉണ്ട്. പാൽപ്പൊടിയും പാലും എല്ലാം ചേർത്തപ്പം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഫ്രൈ പാൻ അടിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായ ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബ്രെഡും ഈത്തപ്പഴവും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ടാകുമ്പോൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം. ആദ്യം ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കീന്. അപ്പോൾ ഉണ്ടാക്കിയത് ആദ്യത്തെ ഫ്ലോപ്പായിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് ബ്രെഡ് കുറഞ്ഞു പോയി. 3 ബ്രെഡാണ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അത് ശരിയായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ മുട്ട ബീറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പഴം ചെറുങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നില്ല. അതിൻ്റെ പകരം പഞ്ചസാര കാരമൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പഴം വെച്ച് കൊടുത്താലും മതി. ഇങ്ങനെയാവുമ്പം അത് നല്ല കാണാൻ നല്ല മൊഞ്ചാണ് ഇങ്ങനെ കാണാൻ. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് എന്താ അറിയില്ല, ഫ്ലോപ്പായി പോയി. പോള കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ ഒരു ഇത് വന്നിട്ടുണ്ടായിട്ട, പഞ്ചസാര കാരമൽ ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ നിങ്ങൾക്ക് ആ മുട്ട ഒഴിക്കുന്നതിൻ്റെ പകരം ഇതുപോലെ പഞ്ചസാര കാരമൽ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിന്. പഴമൊക്കെ കാണാൻ നല്ലൊരു രീതിയിൽ വന്നിട്ടുണ്ടായിന്. പക്ഷേ പോള ഒരു ലുക്കായിട്ട് വന്നിട്ടുണ്ടായിട്ടാ എല്ലാം കൂടി ഒരു ചപ്പാത്തിയായ രൂപത്തിലായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ 3 ബ്രെഡിൽ നിന്ന് 6 ബ്രെഡാക്കി ചെയ്തത്. അപ്പം നല്ല സക്സസ് ആയിട്ട് വന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. നോമ്പ് തുറക്കാലം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ്. അമ്മ ആദ്യം എന്തുണ്ടാക്കുന്ന സമയത്തായാലും ആദ്യം ഒന്ന് പരാജയപ്പെടും, പിന്നെയാണ് വിജയത്തിലേക്ക് വരിക. അപ്പം ഒരിക്കൽ പരാജയപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് അത് പിന്നെയും അത് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ എന്താണ് എടുത്തത്, ഓരോ സാക്കി അത് കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടായിനോ, കഴിക്കാനൊന്നും മോശം ഉണ്ടായിട്ട് എന്നാലും ഞാൻ വീണ്ടും ഉണ്ടാക്കി. വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വീഡിയോ എടുത്ത് വെച്ചിന്. അപ്പം ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബായ്.